ഹായ്, ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നേരത്തെ തുടങ്ങാത്തവർക്ക് ഒരുപാട് കാര്യങ്ങളാണ് മിസ് ഔട്ട് ആയി പോകുന്നത്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെ ഒന്നും മിസ് ഔട്ട് ആയി പോവാതെ ഇഫക്റ്റീവായിട്ട് പഠിക്കാം, അത് സെൽഫ് സ്റ്റഡി മോഡാണെങ്കിലും നിങ്ങൾ ഐപ്ലസിനോട് ചേർന്ന് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ, കൊമേഴ്സിനും ഇംഗ്ലീഷിനും അടക്കമുള്ള പേപ്പർ 1 അടക്കമുള്ള ഓഫ്ലൈൻ ബാച്ചുകളും ലൈവ് ബാച്ചുകളും പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകൾ വിത്ത് മെന്റർഷിപ്പ് ഉള്ള ബാച്ചും ഒക്കെ റണ്ണിങ് ആണ് അഫോർഡബിൾ ആയിട്ടുള്ള കോഴ്സിൽ. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും മുന്നിലെത്താനുള്ള വഴികളാണ് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. നേരത്തെ തുടങ്ങാത്തവർക്ക് മിസ് ഔട്ട് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യമാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമുക്ക് കോൺഫിഡൻസ് ഇല്ലാതെ പോകും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. നിങ്ങൾ ഈ ബോർഡിൽ എഴുതുന്ന ഒന്നും നോക്കണ്ട, നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്ന രീതിയിൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൺവേ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സ്കൂട്ടറോ കാറോ ഒക്കെ ഓടിക്കുന്ന ഒരാൾ 10,000 മണിക്കൂർ വണ്ടി ഓടിച്ചിട്ടുണ്ടാവും അല്ലേ, കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ. എന്നാൽ പുതിയതായി ഡ്രൈവിംഗ് പഠിച്ച സമയത്തെ നിങ്ങളുടെ ചിന്തകൾ, ഇനി ബസ്സും കാറും ബൈക്കും ഒന്നും ഓടിക്കാത്ത ആൾക്കാരാണെങ്കിൽ സൈക്കിൾ ഓടിക്കുന്ന കാര്യമോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചെടുത്ത കുക്കിംഗ് പോലത്തെയോ പെയിന്റിങ് പോലെയോ പാട്ട് പാടാനുള്ള കഴിവ് പോലെ എന്ത് സ്കില്ലോ ആവട്ടെ, നമ്മൾ ഒട്ടും പ്രാക്ടീസ് ചെയ്യാതെ ആദ്യ ദിവസം പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സ്റ്റേജിൽ കൊണ്ട് നിർത്തുക, അല്ലെങ്കിൽ ഒരു ലോങ് റൈഡിന് നിങ്ങളുടെ ഫാമിലിയും കൊണ്ട് പോവുക, അവരുടെ സുരക്ഷിതത്വം നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കില്ലിലാണ്, നിങ്ങളുടെ ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടിനെ കൊണ്ട് ബൈക്കിൽ പായാണ്, പക്ഷെ നിങ്ങൾ പഠിച്ചിട്ട് ഒറ്റ ദിവസമേ ആയിട്ടുള്ളൂ, അല്ലെ ലൈസൻസ് കിട്ടി ഫസ്റ്റ് ഡേ ആണ്, പ്രാക്ടീസ് ഇല്ലെങ്കിൽ എന്തുമാത്രം ടെൻഷനായിരിക്കും എന്ന് ഓർത്ത് നോക്കി. നിങ്ങളുടെ മനസ്സിൽ ഒരു തരിമ്പ് കോൺഫിഡൻസ് എങ്കിലും ഉണ്ടാവുമോ? ഇതേ കാര്യമല്ലേ പരീക്ഷാ ഹോളിലും അപ്ലിക്കബിൾ ആവുന്നത്. പലരും കുറേ കാര്യങ്ങൾ പരീക്ഷയോടടുത്ത് മഗ്ഗപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ഐപ്ലസിന്റെയും മറ്റു ചാനലുകളുടെ ഒക്കെ വീഡിയോ കണ്ടിട്ട്, അല്ലെങ്കിൽ കോച്ചിങ് എടുത്തിട്ടൊക്കെ പഠിച്ചിട്ട് പോകും. നമുക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം എന്നുള്ളത് മനുഷ്യന്റെ ഒരു യാഥാർത്ഥ്യം. പക്ഷേ എന്താണ് നീഡ് എന്നുള്ളത് വെച്ചാൽ, അത് ചെയ്യണമെങ്കിൽ വിൽ പവർ വേണം. നമ്മൾ ഈ സിഗ്മ മെയിലും ആൽഫ മെയിലും ഒക്കെ ആവുന്ന വീഡിയോകളൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, നമ്മുടെ വിൽ പവർ ഡെവലപ്പ് ചെയ്യാൻ, അത് മെയിലിന് മാത്രമല്ല കേട്ടോ, ഫീമെയിൽസ് ആണെങ്കിലും നമ്മുടെ വിൽ പവർ ഡെവലപ്പ് ചെയ്ത് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണ് പരീക്ഷാ ഹാളിലായാലും മറ്റെന്ത് പെർഫോമൻസിലാണെങ്കിലും കോൺഫിഡൻസ് ഉണ്ടാവുക. അതിനാണ് നേരത്തെ തുടങ്ങേണ്ടത്. നേരത്തെ തുടങ്ങിയില്ലെങ്കിൽ നഷ്ടമായി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഫിഡൻസാണ്. നിങ്ങൾക്ക് ലൈവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലും നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിലെ കുട്ടികളുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ചോദ്യം ഡിസ്കസ് ചെയ്യുമ്പോൾ കാണുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ പിള്ളേരെ, നമ്മുടെ പേപ്പർ 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അടക്കമുള്ള പല കാര്യങ്ങളും, കമ്മ്യൂണിക്കേഷൻ, ICT പോലത്തെ കാര്യങ്ങളിലൊക്കെ കോമൺ സെൻസ് അപ്ലൈ ചെയ്താൽ, മനസ്സ് കാമാക്കി വെച്ച് ചിന്തിച്ചാൽ ഉത്തരം എഴുതാവുന്ന പകുതിയിലധികമോ ചോദ്യങ്ങളുണ്ട്. ഇന്നലത്തെ ലൈവിൽ കൂടി അത് കണ്ടതാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ കോൺഫിഡൻസ് ഉണ്ടാവണം. ഞാൻ എടുക്കുന്ന ഡിസിഷൻ, ഈ ചോദ്യം വായിച്ചിട്ട് ഞാൻ എത്തുന്ന ഉത്തരം ശരിയാണെന്നുള്ള വിശ്വാസം ഉണ്ടാവണം. അപ്പോൾ അതുണ്ടാവണമെങ്കിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള അവേഴ്സ് സ്പെൻഡ് ചെയ്യണം. നേരത്തെ തുടങ്ങാത്ത ഒരാൾക്ക് അത് ഉറപ്പായിട്ടും പറ്റില്ല. അപ്പോൾ നമുക്കതിൻ്റെ പോസിറ്റീവ് ആസ്പെക്ട് എടുക്കാം. നമുക്ക് നേരത്തെ തുടങ്ങിയാൽ നന്നായി പ്രാക്ടീസ് ചെയ്യാൻ, നന്നായിട്ട് പഠനത്തിൽ മണിക്കൂറുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിലൂടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ പോയിന്റ് ആണ്, നമുക്ക് ടൈം ആവശ്യത്തിന് കിട്ടും എന്നുള്ളത്. ഇത് വളരെ ഓബ്വിയസ് ആണ്. സൂപ്പർ മാർക്കറ്റ് ഉദാഹരണം റീവിസിറ്റ് ചെയ്താൽ, ഒരു ചാക്ക് അരി മേടിക്കാൻ നിങ്ങൾ അതിൻ്റെ വില കൊടുക്കാതെ അത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആരായി? മോഷ്ടാവായി, കള്ളനായി അല്ലേ? നമുക്ക് എന്ത് സാധനവും വില കൊടുത്തു കഴിഞ്ഞാൽ ആ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ JRFും നെറ്റും ഒക്കെ നമ്മളെ പോലെയുള്ള വ്യക്തികൾക്ക്, നിങ്ങളിൽ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരെയും പോലെയുള്ളവർക്ക് നേടാവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ ഇവിടം വരെ കേട്ടെത്തിയെങ്കിൽ നിങ്ങളൊരു ആവറേജ് പേഴ്സൺ ആണോ, സൂപ്പർ ഹ്യൂമൻ ആണോ, അതോ സൂപ്പർ ഇന്റലിജന്റ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഫോർ ദ സേക്ക് ഓഫ് കമന്റിങ്, നമ്മൾ ആവറേജ് ആളായിക്കോട്ടെ, പക്ഷെ ഒരു പ്രശ്നവുമില്ല. നമ്മൾ പഠിക്കാനായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ ആവറേജ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ ലോകത്ത് ഭൂരിഭാഗവും വിജയിക്കുന്നവരും. ആമയുടെയും മുയലിന്റെയും കഥയിൽ ഒരുപാട് ഉയർന്ന പെർഫോം ചെയ്യാൻ പറ്റുന്ന മുയൽ അഹങ്കാരം കൊണ്ട് പിന്നിലായി പോയതുപോലെ സൂപ്പർ പെർഫോമൻസ് പലപ്പോഴും ടൈം ഇൻവെസ്റ്റ് ചെയ്യാത്തത് കൊണ്ട്, അഹങ്കാരം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, വേണ്ടത്ര എഫേർട്ട് എടുക്കാതെ പോകുന്നത് ഞാൻ എൻ്റെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലും അധ്യാപന ജീവിതത്തിലും ഒക്കെ ഒരുപാട് തവണ കണ്ടിട്ടുള്ളത്. എന്നാൽ നീഡുള്ള, ആവറേജ് ആയിട്ടുള്ള, അധ്യാപനം എന്നുള്ളൊരു പാഷനായിട്ട് കാണുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ
എക്സ്ട്രാ ടൈം പുട്ടിൻ ചെയ്യുകയും അതിനാവശ്യമായ ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയും JRFലേക്ക് ലക്ഷങ്ങളുടെ സ്കോളർഷിപ്പ് നേടി ആദിവാസി ഊരിൽ നിന്ന് വന്ന പെൺകുട്ടിയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? അതും നമ്മുടെ ചാനലിലെ ഈ ഫ്രീ ക്ലാസ്സുകളും മെന്റർഷിപ്പും ഗൈഡൻസും മാത്രം പ്രയോജനപ്പെടുത്തി, ഒരു രൂപ പോലും സ്പെൻഡ് ചെയ്യാതെ. അപ്പോൾ ആ പാഷനാണ് വേണ്ടത്, നിങ്ങൾക്ക് പഠിക്കാനുള്ള ആഗ്രഹമാണ് വേണ്ടത്. അതിനൊരു ഹാൻഡ് ഹോൾഡിങ് ചെയ്യാനേ I+ അടക്കമുള്ള ഏത് സ്ഥാപനത്തിൻ്റെയും കോച്ചിങ്ങുകൾക്ക് സാധിക്കുള്ളൂ. പഠനം എന്നുള്ള പ്രോസസ്സും നമുക്ക് ഈ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ട സാധനങ്ങൾ നിങ്ങൾക്ക് JRFO നെറ്റോ ജീവിതമാകുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങണമെങ്കിൽ ടൈം എന്നുള്ള വില കൊടുത്താൽ മാത്രമേ സാധിക്കൂ എന്നുള്ള സത്യവും നിങ്ങൾ മനസ്സിലാക്കുക, ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നേരത്തെ തുടങ്ങാത്തവർക്ക് നഷ്ടമായി പോകുന്നതെന്ന് ഓർക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും I+ന്റെ ഒരു കോച്ചിങ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ 6 മാസത്തിന് എത്ര വാല്യൂ ഉണ്ട്, അതിൻ്റെ 100-1 1000-1 മാത്രമായിരിക്കും നിങ്ങൾക്ക് കോഴ്സിനായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരിക. പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകളാവട്ടെ, ലൈവ് ക്ലാസ് ആകട്ടെ, ഇനി കൊമേഴ്സിനും ഇംഗ്ലീഷിനും പേപ്പർ 1-നും ഒക്കെ നമുക്ക് നേരിട്ട് മെന്റർഷിപ്പ് അടക്കം ഇവിടെ വന്ന് താമസിച്ച് പഠിക്കണമെങ്കിൽ അതാകട്ടെ, എല്ലാത്തിനും അവസരം ഒരുക്കിയിട്ടുണ്ട്. 11ഓളം വിഷയങ്ങളിൽ, 10-ലധികം വിഷയങ്ങളിൽ നമുക്ക് നെറ്റിന്റെ പേപ്പർ 2 കോച്ചിങ്ങും അവൈലബിൾ ആണ്. നമ്മുടെ ടീമുമായിട്ട് സംസാരിക്കുക, സുതാര്യമായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രയൽ ക്ലാസ്സുകളൊക്കെ കണ്ട് ക്വാളിറ്റി എൻഷുർ ചെയ്ത് അതിന് പേയ്മെന്റ് നടത്തി കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കും. ആ രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോയി വിജയിക്കാൻ സാധിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇപ്പോഴാണെങ്കിൽ 5 വർഷം വരെ വാലിഡിറ്റി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ നമ്മുടെ മെറ്റീരിയൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ പാസ്സാവും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ ഗ്യാരണ്ടി തരുന്നത്. നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പാകത്തിനുള്ള പാക്കേജുകളും സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പഠനയാത്രയിൽ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്.